ശ്രീ ജോർജ് കുര്യൻ, അങ്ങ് യുവമോർച്ചയുടെ ഒപ്പം ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനും ഒക്കെ ആയിട്ടിരിക്കുന്ന ഘട്ടത്തിലെല്ലാം കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായവുമായിട്ട് അടുത്ത ബന്ധം, ഊഷ്മളമായ ബന്ധം അങ്ങ് എപ്പോഴും പുലർത്തിയിരുന്നു. അവരെ ഏതെങ്കിലും തരത്തിൽ പ്രകോപിപ്പിക്കുന്നതിൽ നിന്ന് താങ്കൾ വിട്ടുനിന്നിരുന്നു. പാർട്ടി ഒരിക്കലും താങ്കൾ പ്രതിരോധത്തിലാക്കിയിട്ടുമില്ല എന്നതാണ് ഞങ്ങളുടെ റീഡിങ്ങിൽ. അങ്ങയുടെ ഒരു വാചകം പോലും ഇല്ല, പാർട്ടി ഏതെങ്കിലും തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു വാചകം പോലുമില്ല സമുദായത്തെ. അപ്പോൾ താങ്കൾക്ക് കിട്ടിയ ഈ സ്ഥാനലബ്ധിയിൽ ക്രിസ്ത്യൻ സമുദായ വിഭാഗത്തിൻ്റെ ഒരു ആത്മവിശ്വാസം കൂടി, പാർട്ടിയിൽ ആത്മവിശ്വാസം കൂടി ഉയർത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും. അല്ല, ബേസിക്കായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ മറ്റൊന്ന്, ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ, അതും യാഥാസ്ഥിക ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഞാൻ ജനിച്ചു വളർന്ന പ്രദേശം എന്ന് പറയുന്നത് 95% സിറിയൻ ക്രിസ്ത്യൻസ് ഉള്ള ഒരു പ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പള്ളിയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ ഞങ്ങളുടെ ജീവിതവും അങ്ങനെയുള്ള രീതികളെല്ലാം തന്നെ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞാൻ ഓരാജോവലിൻ്റെ കൂടെ 99 പോരുന്നിടം വരെ അങ്ങനെയാണ് പോന്നിട്ടുള്ളത്. അപ്പോഴെല്ലാം തന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു ദൈവവചനമാണ്. ക്രിസ്തു പറഞ്ഞിരുന്നു, ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും. അത് ക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടി ചോദിച്ചൊരു ചോദ്യമായിരുന്നു എന്നതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ അതെനിക്ക് ശരിക്കും മനസ്സിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ക്രിസ്ത്യാനി എന്നുള്ള രീതിയിൽ ഒരു ക്രിസ്തുവിലുള്ള വിശ്വാസം അതെപ്പോഴും 100%. അതുപോലെ BJPയുടെ ആദർശത്തിലുള്ള വിശ്വാസവും 100%. അതിൻ്റെ അകത്ത് ചിന്താക്കുഴപ്പത്തിൻ്റെ പ്രശ്നമില്ല. രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു കയറിയിട്ടില്ല ഒരിക്കലും. അതായത് ഞാൻ 17-18 വയസ്സ് തൊട്ടുള്ള BJPക്കാരനല്ലേ. ആ സമയം തൊട്ട് ഇന്ന് വരെയും അങ്ങനെ ഉണ്ടായിട്ടില്ല. കാരണം എന്നെ സമയത്തോളം, വിശ്വാസികളെ സമയത്തോളം, ഇന്ന വീട്ടിലെ ഇന്നയാളുടെ മകൻ മാത്രമാണ് പള്ളിയിൽ ഞാൻ. അവിടെ ഞാൻ രാഷ്ട്രീയ നേതാവല്ല. ഇതറിയാം, കത്തോലിക്ക നമ്മുടെ ഇടവകളുടെ രീതി അറിയുന്നതനുസരിച്ച് അറിയാം. ഇന്ന വീട്ടിലെ ഇന്നയാളുടെ മകൻ എന്ന് മാത്രമേ അവിടെ പ്രസക്തിയുള്ളൂ, അത് മാത്രമേ ഉള്ളൂ. അതിന് വെളിയിൽ BJP വന്നു കഴിഞ്ഞാൽ BJPക്കാരൻ എന്നുള്ളത്, അതിൻ്റെ അകത്ത് ചിന്താക്കുഴപ്പത്തിൻ്റെ പ്രശ്നമില്ല. പിന്നെ ഇപ്പം മന്ത്രിയായിരിക്കുന്ന ക്രിസ്ത്യാനി എന്നുള്ള രീതിയിലല്ല, എന്നോട് പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത് എല്ലാ ജനവിഭാഗത്തിനും വേണ്ടിയാണ്. ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗത്തിനും വേണ്ടി പ്രവർത്തിക്കാനാണ് എൻ്റെ മനസ്സിലതായിരിക്കും. അതുപോലെ തന്നെയായിരിക്കും ഞാൻ പ്രവർത്തിക്കുക, യാതൊരു സംശയവും വേണ്ട.